ഹായ് ഓൾ. കുറ്റവാളികളുടെ മനഃശാസ്ത്രത്തെയാണ് ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് എന്തുകൊണ്ട് ഒരാൾ കുറ്റം ചെയ്യുന്നു എന്ന് ശാസ്ത്രീയപരമായി നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്ലൈഡ് സൈക്കോളജിയിലൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ശാസ്ത്രശാഖയാണ് ക്രിമിനൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഒരു ക്രൈം ചെയ്യുന്ന സമയത്ത് ഒരു ക്രിമിനലിന്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും, അയാൾ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുന്നത്, അയാളുടെ ഇന്റൻഷൻ എന്തായിരിക്കും, ക്രൈം ചെയ്ത് കഴിഞ്ഞുള്ള റിയാക്ഷൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ഈ ക്രിമിനൽ സൈക്കോളജിയിൽ പഠിക്കുന്നത്. അപ്പോൾ പണ്ട് മുതലേ ഉള്ള ഒരു തിയറിയാണ് ഫ്രോയിഡിന്റെ തിയറി എന്ന് പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് അൺകോൺഷ്യസ് മൈൻഡിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് തിയറികൾ കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ തിയറികളൊക്കെ ഇപ്പോൾ അത്രയ്ക്കും ശാസ്ത്രീയമല്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള തിയറിയാണ് സൈക്കോ അനാലിറ്റിക് തിയറി എന്ന് പറയുന്നത്. അതിന്റെ തന്നെ ഒരു വകഭേദമായ സൈക്കോ ഡൈനാമിക് തിയറിയിലൂടെ നമുക്ക് ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു നോക്കാം. ഫ്രോയിഡിന്റെ മിക്ക തിയറീസിലും പറയുന്നത് നമുക്ക് ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങളിൽ നിന്നാണ് ഒരാൾ വളർന്നു വലുതാവുമ്പോൾ ഒരു പ്രത്യേക രീതിയിലായിത്തീരുന്നത് എന്നാണ്. ഇതിന് ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട്. കാരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം, ചെറുപ്പത്തിലുണ്ടാവുന്ന ഇത്തരം അനുഭവങ്ങളുള്ള എല്ലാവരും ക്രിമിനൽസ് ആയിട്ട് മാറുന്നില്ല. അപ്പൊ പിന്നീട് ചൈൽഡ്ഹുഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസസും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പം പോസിറ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും. പിന്നെ നമ്മളുടെ കൂടെ തന്നെ ഒരു ഫ്രീ വില്ല് അല്ലെങ്കിൽ വോളണ്ടിയർനെസ്, നമ്മുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിരിക്കും. അല്ലാതെ ഫ്രോയിഡ് പറയുന്ന പോലെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് മാത്രം ബേസ് ചെയ്തിട്ടല്ല എന്നുള്ള ഒരു ക്രിറ്റിസിസമാണ് ഇത് ഫേസ് ചെയ്യുന്നത്. പിന്നെ ഫ്രോയിഡിന്റെ തിയറികൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലതും നമുക്ക് ഈ അൺകോൺഷ്യസ് മൈൻഡ് ബേസ് ചെയ്തിട്ടുള്ള തിയറീസ് ആയതുകൊണ്ട് നമുക്ക് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു വഴിയില്ല. ഒരു നല്ല ഒരു സയന്റിഫിക് തിയറിയുടെ അടിത്തറ എന്ന് പറയുന്നത് നമുക്കത് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു വഴി വേണം. ആ വഴിയിലൂടെ സഞ്ചരിച്ചാലും പക്ഷെ നമുക്കത് ഡിസ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കരുത്. അങ്ങനെയുള്ള ഒരു തിയറിയാണ് ശരിക്കുമുള്ള ഒരു ഗുഡ് സയന്റിഫിക് തിയറി എന്ന് പറയുന്നത്, ഐഡിയൽ സയന്റിഫിക് തിയറി എന്ന് പറയുന്നത്. അപ്പം പല തിയറീസും തെറ്റായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് മറ്റ് ഗവേഷകർ നോക്കും. അതിനവർ സാധിക്കാത്തപ്പോൾ പറയും ഇന്ന ആൾ പറഞ്ഞത്, ഇന്ന സയന്റിസ്റ്റ് പറഞ്ഞത് ശരിയാണെന്ന് പറയും. ഇനി തെറ്റായിട്ട് പ്രൂവ് ചെയ്താൽ ആ തിയറി പോകും. പക്ഷെ ഫ്രോയിഡിന്റെ സൈക്കോ അനാലിറ്റിക് തിയറിയെ സംബന്ധിച്ചിടത്തോളം അൺകോൺഷ്യസ് മൈൻഡിന്റെ പ്രതിഭാസങ്ങളൊന്നും നമുക്ക് പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ഡിസ്പ്രൂവ് ചെയ്യാനുള്ള ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനൊരു സയന്റിഫിക് തിയറി ആയിട്ട് കണക്കാക്കരുത് എന്ന് ക്രിട്ടിക്സ് പറയുന്നു. അപ്പോൾ എന്തായാലും സൈക്കോ ഡൈനാമിക് തിയറി പ്രകാരം റിപ്രസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചൈൽഡ്ഹുഡിലെ ഇമോഷൻസ്, അതുപോലെ തന്നെ ചൈൽഡ്ഹുഡിലെ അഡ്വേഴ്സ് ആയിട്ട് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ്, ഇതൊക്കെ ആണ് വളർന്നു വലുതാകുമ്പോൾ പുറത്തു വരുന്നതെന്നാണ്. ഫ്രോയിഡിന്റെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ട്രൈപാർട്ടൈറ്റ് എന്നാണ്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമുക്ക് മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. ട്രൈപാർട്ടൈറ്റ് മൈൻഡ്, 3 ഭാഗങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, അങ്ങനെ 3 ഭാഗങ്ങൾ. ഇത് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ക്രേവിങ്സ് ഒക്കെ വരത്തില്ല. നമ്മൾ വിശക്കുന്നു, പോയി ഫുഡ് കഴിക്കുന്നു, അങ്ങനെയുള്ള നമ്മുടെ ഇൻസ്റ്റിങ്സിൽ നമ്മളെ ആക്ട് ചെയ്യുന്നതിനാണ് ഇതെന്ന് പറയുന്നത്. സെക്ഷൽ ഡിസയർ വരുന്നു, അതിനൊക്കെയാണ് ഇത് എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നൊക്കെ കുറച്ച് വാല്യൂസ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ഇത്തരത്തിൽ ബിഹേവ് ചെയ്യണം, കുറച്ച് കൺട്രോൾ ചെയ്യണം, അങ്ങനെ ആയിക്കൂടാ, അങ്ങനെ നമ്മളെ പ്രിമിറ്റീവ് ഇൻസ്റ്റിങ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അതേസമയം ഈഗോ എന്ന് പറയുന്നത് ഇതിനെയും സൂപ്പർ ഈഗോയും തമ്മിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു മീഡിയേറ്റർ ആണ്. അപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഈഗോ എപ്പോഴും ചിന്തിച്ച് ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു മീറ്റിങ്ങിനിരിക്കുന്നു. ആ മീറ്റിങ്ങിന്റെ സമയത്ത് നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ ആരെയും നോക്കാതെ ഒരു മര്യാദ ഇല്ലാതെ ഇറങ്ങിപ്പോയി ഫുഡ് കഴിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ഇതാണ് ആക്ട് ചെയ്യുന്നത്. അതേസമയം നമ്മൾ അത് ഒരു 6 മണി വരെ മീറ്റിംഗ് പോയാൽ അത് മോശമല്ലേ, അങ്ങനെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ ഹങ്കറിനെയൊക്കെ കൺട്രോൾ ചെയ്ത് വളരെ മാന്യമായിട്ട് പെരുമാറാൻ നോക്കുന്നതാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ആരാണോ അവിടെ അതോറിറ്റി ആയിട്ടുള്ള ഒരാൾ, അയാളുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ച് പോയി കഴിച്ചിട്ട് മാന്യമായിട്ട് തിരിച്ചു വരിക എന്നുള്ള ഒരു റിയലിസ്റ്റിക് സൊല്യൂഷൻ നമുക്ക് തരുന്ന ഒരു മീഡിയേറ്റർ ആണ് ഈ ഇതും സൂപ്പർ ഈഗോയും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ്, അതായത് ഈഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിമിനൽ ബിഹേവിയർ ചെയ്യുന്ന പല ആളുകളിലും ഈ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഒട്ടും ഡെവലപ്ഡ് അല്ല എന്നാണ് പറയുന്നത്. അവർക്ക് ആ ഒരു സെൻസേ ഇല്ല, ഇത് തെറ്റാണ്, അങ്ങനെയുള്ള യാതൊരു വാല്യൂസും അവർക്കില്ല. അവരുടെ ഈഗോയും വളരെ പുവർലി ഡെവലപ്ഡ് ആയിരിക്കും. അവർ കൂടുതലും അവരുടെ ഇത് എന്ന് പറയുന്ന കമ്പോണൻറ്റിലായിരിക്കും ആക്ട് ചെയ്യുന്നതെന്നാണ് ഫ്രോയിഡിന്റെ സൈക്കോ ഡൈനാമിക് തിയറി പറയുന്നത്. അപ്പോൾ ഫ്രോയിഡിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. ഞാൻ ഈ സൈക്കോ ഡൈനാമിക് തിയറിക്ക് പറഞ്ഞ പല ഡീമെറിറ്റ്സും സൈക്കോ അനാലിറ്റിക് തിയറിക്കും ഉണ്ട്. അതുപോലെ തന്നെ ഫ്രോയിഡിന്റെ ഈഡിപ്പസ് കോംപ്ലക്സ് തിയറി എന്ന് പറഞ്ഞ ഒരു തിയറി ഉണ്ട്. അതായത് ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് അതിന്റെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു പേരന്റിന്, അതായത് ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ
ആൺകുട്ടിയുടെ ഓപ്പോസിറ്റ് സെക്സിലുള്ള പേരിട്ട്, അതായത് അമ്മ എന്ന് പറയുന്ന ആളിനോട് 3 മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായത്തിൽ സെക്ഷൽ അട്രാക്ഷൻ തോന്നും ഇൻ ദ അൺകോൺഷ്യസ് മൈൻഡ്. കുട്ടി അറിയുന്നില്ല, പക്ഷെ അതാണ് അവിടെ വർക്ക് ചെയ്യുന്നതെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ സെയിം സെക്സിലുള്ള പേരൻറ്റിനെ, അതായത് അച്ഛനെ ആ കുട്ടി ഒരു റൈവലായിട്ട്, തനിക്കൊരു കോമ്പറ്റീറ്ററായിട്ടായിരിക്കും കാണുന്നത്. കാരണം ഈ അമ്മയുടെ സ്നേഹം കുറച്ച് അച്ഛന് പോകുന്നത് കുട്ടി കാണുന്നതുകൊണ്ട്. പക്ഷെ ഒരു 6 വയസ്സാവുമ്പോൾ കുട്ടി തന്നെ അച്ഛനിൽ കാണുകയും അച്ഛനെ തൻ്റെ ഒരു ഇമേജറി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യും, അച്ഛനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതോടുകൂടി ഈ ഒരു പ്രതിഭാസം അവസാനിക്കുന്നു എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഇതുപോലെ പെൺകുട്ടികളിൽ അതിനെ ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയും, ആൺകുട്ടികളിൽ കാണുന്നതിനെ ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയും. ഗ്രീക്ക് മിത്തോളജി അനുസരിച്ച് ആക്സിഡന്റലി അച്ഛനെ കൊന്നിട്ട് അമ്മയെ കല്യാണം കഴിച്ച ക്യാരക്ടറാണ് ഈഡിപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിബ്ലിങ്സ് തമ്മിലുള്ള ഇതുപോലുള്ള സെക്ഷൽ അട്രാക്ഷനെ ഫെറോസ് കോംപ്ലക്സ് എന്ന് പറയും. അപ്പോൾ ഇതും ഒരുപാട് ബാക്ക്ലാഷ് ഫേസ് ചെയ്തിട്ടുള്ള തിയറിയാണ്. ഒന്ന്, നമുക്ക് ഇത് കുറച്ച് കോമൺ മൈൻഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യാനോ യാതൊരു വഴികളുമില്ല. ഇത് കൾച്ചറൽ വേരിയേഷൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ഫ്രോയിഡിൻ്റെ ജനറലി ഈ തിയറികൾക്കൊക്കെ ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു തിയറിയാണ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റ് തിയറി ഉണ്ട്. അതിൽ പറയുന്നതും ഈ സിമിലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അതായത് കുട്ടികൾ ഓറൽ, ഏനൽ അങ്ങനെയൊക്കെ പല സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു സീക്ക് സെക്ഷൽ പ്ലഷർ എന്നുള്ളതാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ ആ സ്റ്റേജിൽ ആ കുട്ടി ഫിക്സേറ്റ് ആയി പോവുകയും ഭാവിയിൽ ആ കുട്ടിക്ക് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മെന്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. അതിനെപ്പറ്റി വേണമെന്നുണ്ടെങ്കിൽ അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്, വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ അതിനെപ്പറ്റി ചെയ്യാം. പക്ഷേ അത് അൺസയന്റിഫിക് ആയതുകൊണ്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാമെന്നുള്ളതല്ലാതെ നമുക്ക് അതിനകത്തൊന്നും വലുതായിട്ട് ഗെയിൻ ചെയ്യാൻ ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ അതും അൺകോൺഷ്യസ് ഡിസയേഴ്സ് ആണ് എന്നാണ് പറയുന്നത്. അപ്പം അതൊരു അതൊന്നും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുമില്ല. പല സ്റ്റഡികൾ നടന്നിട്ടും അത് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിനെപ്പറ്റി യാതൊരു സപ്പോർട്ടിങ് എവിഡൻസും ഇല്ലതാണ്. അപ്പോൾ ഇതൊരു മിത്ത് എന്നുള്ള രീതിക്ക് നമുക്ക് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. രണ്ടാമത്തെ തിയറിയാണ് ബിഹേവിയറൽ തിയറി. ഇത് പല പഠനങ്ങളിലൂടെയും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള തിയറിയാണ്. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ചുറ്റും ഒബ്സർവ് ചെയ്യുന്ന ആളുകളുടെ ബിഹേവിയർ, പിന്നെ ആ ബിഹേവിയർ ഇങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് റീഇൻഫോഴ്സ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്ര മോറൽ കമ്പാസ് ഒന്നും ഇല്ലാത്ത ഒരു ഫാമിലിയിൽ ജനിച്ച ഒരു കുട്ടി ചിലപ്പോൾ കാണുന്നത് അവരുടെ സിബ്ലിങ് മോഷണത്തിന് പോകുന്നു, അല്ലെങ്കിൽ അച്ഛൻ മോഷ്ടിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു വളരുന്ന കുട്ടികൾ നോക്കുമ്പോൾ ഇവർക്ക് പൈസയുണ്ട്, ആ പൈസ ഉപയോഗിച്ച് ഇവർ സാധനങ്ങൾ വാങ്ങിക്കുന്നു. ഇപ്പം സഹോദരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം മൂത്ത സഹോദരൻ മോഷ്ടിക്കുന്നത് ഈ കുട്ടി കാണുന്നു, മോഷ്ടിച്ചിട്ട് സഹോദരൻ്റെ പല കാര്യങ്ങളും നടന്നു പോകുന്നു, ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നു എന്നാൽ ഇതിന് യാതൊരുവിധ ശിക്ഷയും കിട്ടുന്നുമില്ല. ആരും പോലീസ് വന്ന് പിടിക്കുന്നില്ല, വീട്ടിൽ നിന്ന് അടിയൊടിയോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത് കാണുമ്പോൾ ഈ കുട്ടി വിചാരിക്കുന്നത് നല്ലൊരു കാര്യമാണ്, നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മോഷ്ടിക്കുക എന്നുള്ളത്. അത് ഇങ്ങനെ നമ്മൾ ചുറ്റുപാടും നിന്നും ബിഹേവിയേഴ്സ് ലേൺ ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ടീനേജിലൊക്കെ ഏതെങ്കിലും ഒരു ഗ്യാങ്ങിലൊക്കെ ചെന്നുപെടുന്ന കുട്ടികളുണ്ടായിരിക്കും. അപ്പം അവരവിടെ കാണുന്നത് ഇപ്പം ഗ്യാങ് മെമ്പേഴ്സ് ഒക്കെ തമ്മിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ബഹളം ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു ആളുണ്ടായിരിക്കും. അപ്പോൾ ആ കുട്ടി കാണുന്നത് എന്ന് വെച്ചാൽ ഇത്തരം വയലന്റ് ബിഹേവിയേഴ്സ് വളരെ കോമൺ ആണ്. അതിനാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തൊന്നുമില്ല. നമുക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് വയലൻസ് എന്നുള്ളത് ഈ കുട്ടി പഠിക്കുകയും അത് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യാം. ഇതുപോലെ തന്നെയാണ് വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് കണ്ടു വളരുന്ന ഒരു കുട്ടിയും കാണുന്നത്. അമ്മ പ്രതികരിക്കുന്നില്ല, അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ഈ അടിയിടിയിലും കൂടെ നടന്നു പോകുന്നുണ്ട്. ഒരു വിധത്തിലും അച്ഛൻ അതുകൊണ്ടൊരു മോശപ്പെട്ട കാര്യം ഉണ്ടാവുന്നില്ല. ശരിക്കും കാര്യങ്ങൾ നടത്തിയെടുക്കാനും കൺട്രോൾ ഗെയിൻ ചെയ്യാനും പറ്റുകയാണ്. അപ്പോൾ ഈ കുട്ടി വളർന്ന് വലുതായി ഒരു കല്യാണം കഴിക്കുമ്പോൾ ഇതേ ബിഹേവിയർ തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇതാണ് ബിഹേവിയറൽ തിയറി പറയുന്നത്. ഇറ്റ് മേക്സ് സെൻസ്, നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ആവാം. പക്ഷേ ഇതിനും ഈ പറഞ്ഞ പോലെ സോൾലി നമുക്ക് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇങ്ങനെ ആയി മാറിയതെന്നും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും റെസ്പോൺസിബിലിറ്റി കൊടുക്കാതെ ഫ്രീ വിൽ എന്നുള്ള കമ്പോണന്റ് നമുക്ക് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. കാരണം സിമിലർ എൻവയൺമെന്റ്സിൽ വളരുന്ന പല കുട്ടികളെ എടുത്ത് പഠിക്കുമ്പോൾ ഒരു കൂടുതൽ ശതമാനം ഇല്ലെങ്കിലും ഒരു കുറവ് ശതമാനം ആൾക്കാരെങ്കിലും അങ്ങനെ അല്ലാതെ ഇങ്ങനെ കണ്ട് വളർന്നുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് ശീലിക്കുന്നവരുണ്ട്. പക്ഷെ അവർക്ക് മിക്കവാറും വേറൊരു സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ പുറത്തോ അല്ലെങ്കിൽ പിന്നീട് ലേറ്റർ ലൈഫിലോ തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള മറ്റ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഒരു ഇങ്ങനെ മാത്രമുള്ള ഒരു എൻവയൺമെന്റിൽ ഒരു ബ്ലാക്ക് ഹോളിൽ കിടന്ന് വളരുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി തന്നെ ഉണ്ടായെന്ന് വരത്തില്ല. ആ ഫ്രീ വില്ലിന്റെ സാധ്യതകൾ ചിലപ്പോൾ അവിടെ കുറഞ്ഞു വരും. കാരണം അതിനോട് മാത്രം അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം എക്സ്പോസ്ഡ് ആയി പോകുമ്പോൾ
ഇനി മൂന്നാമത്തെ തിയറിയാണ് കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നത്. അതായത് ഒരാൾ തന്നെയാണ് അയാളുടെ ആക്ഷൻസിന് റെസ്പോൺസിബിൾ എന്നാണ് ഈ തിയറി പറഞ്ഞു വെക്കുന്നത്. അതിനകത്ത് പല കാരണങ്ങളുണ്ടായിരിക്കാം. നമ്മുടെ ചിന്തകൾ ചിലപ്പോൾ ഒരു ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉള്ളത്. നമ്മുടെ ബിലീഫ്സ്, നമ്മളൊരു കാര്യത്തിനെ പെർസീവ് ചെയ്യുന്ന രീതി, അതൊക്കെ പല തരത്തിലായിരിക്കാം. ഇത് ഈ പറഞ്ഞ പോലത്തെ സറൗണ്ടിങ്സ് ഒക്കെ ഇതിനെയും എഫക്ട് ചെയ്യാവുന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഹോർമോണൽ വേരിയേഷൻസ്, നമ്മുടെ ഓർഗൻ സ്ട്രക്ചറിലുള്ള, ബ്രെയിൻ സ്ട്രക്ചറിലുള്ള വ്യത്യാസം, ഇതും ഒക്കെ ഇതിന് കാരണമായേക്കാം. ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തോട്ടൊക്കെ വേറെ രീതിക്കായിരിക്കും. നമുക്ക് ചിലപ്പോൾ റിഗ്രറ്റ് കാണത്തില്ല, നമ്മുടെ ബിഹേവിയർ വേറൊരു രീതിക്കേ തന്നെ ആയിരിക്കും. അപ്പോൾ മറ്റ് സോഷ്യൽ ഇതിനെയൊക്കെ മിനിമൈസ് ചെയ്തുകൊണ്ട് ഇൻഡിവിജ്വലിലേക്ക് പറയുന്ന ഒരു തിയറിയാണ് കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റോർട്ടഡ് തിങ്കിങ് പാറ്റേൺസ് ഒക്കെ മാറ്റാനായിട്ട് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി എന്ന് പറയും. അതായത് നമ്മൾ കൗൺസിലിംഗ് സെഷൻസ് കൊടുക്കുന്നതൊക്കെ ഇവരുടെ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വിടാൻ. നമ്മൾ പറയും അൺലേണിംഗ്, റീലേണിംഗ് എന്നൊക്കെ പറയുന്ന ടേം ഇവരിൽ കുറച്ചും കൂടെ ആപ്ലിക്കബിൾ ആണ്. ഈ ഡിസ്റ്റോർട്ടഡ് തിങ്കിങ്ങിന് എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഗോവിന്ദചാമിയെ പോലുള്ള ആളുകൾ ജയിലിൽ ചാടിയിട്ട് ഇനി ഞാനൊരു കുറ്റം ചെയ്താൽ ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ലെന്ന് പറയുന്നതും, ഗ്രീഷ്മയെ പോലുള്ള ആളുകൾ എനിക്ക് കൂടിപ്പോയാൽ ഇത്ര ശിക്ഷ കിട്ടും, അതിനുശേഷം ഞാൻ ഇറങ്ങിയിട്ട് സുഖമായിട്ട് ജീവിക്കുമെന്ന് പറയുന്നത് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്തകളാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്നത് അവരുടെ ഒരു ഡിസ്റ്റോർട്ടഡ് തിങ്കിങ് ആണ്. അതായത് ക്രൈം ചെയ്തതിന് ശേഷവും അവർക്കൊരു റിഗ്രറ്റ് ഇല്ല എന്നുള്ള അവസ്ഥ. ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. പലരും ഈ ആന്റി സോഷ്യൽ എന്നുള്ള വാക്ക് വളരെ ലേമൻ ലാംഗ്വേജിൽ യൂസ് ചെയ്യുമ്പോൾ ഇൻട്രോവേർട്സ് പറയാനായിട്ട്, ഇപ്പോൾ സായി പല്ലവിയൊക്കെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഞാനൊരു ആന്റി സോഷ്യലാണ്. പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നില്ല ഇങ്ങനെ ക്രൈം ചെയ്യുന്ന ഒരാളാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. പുള്ളിക്കാരി ഒരു സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഷീസ് എൻ ഇൻട്രോവേർട്ട് എന്നുള്ളത് മാത്രമാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത്. ശരിക്കും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വെച്ചാൽ സൊസൈറ്റിക്കെതിരെ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകൾ എന്നുള്ളതാണ്. അപ്പോൾ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിമിനൽസിനെയും സൈക്കോട്ടിക് ക്രിമിനൽസെന്നും നോൺ സൈക്കോട്ടിക് ക്രിമിനൽസെന്നും പറയുന്നതിനകത്ത് ചിലർ ക്രൈം ചെയ്തു പോകുന്നവരുണ്ട്, സാഹചര്യങ്ങൾ കാരണം ക്രൈം ചെയ്തു പോകുന്നവരുണ്ട്. അവരിതിൽ വരത്തില്ല, ഇവർക്ക് റിഗ്രറ്റ് കാണത്തില്ല ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ. ഇതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ടെഡ് ബണ്ടി പോലുള്ള സീരിയൽ കില്ലേഴ്സിനൊക്കെ എടുത്തറിയാം, വളരെ ഭയങ്കര സൂപ്പർഫിഷ്യലി ചാമിങ്, കെറിസ്മാറ്റിക് അങ്ങനെയുള്ള ആളുകളായിരിക്കും. ഒരു തരി റിഗ്രറ്റ് കാണത്തില്ല, പിന്നെയും ചെയ്യാനുള്ള ടെൻഡൻസി, വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു തിങ്കിങ് പാറ്റേൺ ആയിരിക്കും ഇവർക്കുള്ളത്. ഇനി ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ മാത്രമല്ല, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ളവർ ഇത്തരം ക്രിമിനൽ ബിഹേവിയറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ളവർ എല്ലാവരും ക്രൈം ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ല. നമ്മളൊരു കൂട്ടം ക്രിമിനൽസിനെ എടുത്ത് പഠിക്കുമ്പോൾ ഇത്തരം ഡിസോർഡേഴ്സ് ഒക്കെ ഇവരിൽ കണ്ടുവരാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആകത്തില്ല. അതാണ് സബ്സ്റ്റൻസ് അബ്യൂസ് ആൻഡ് അഡിക്ഷൻ എന്ന് പറയുന്നത്. കുറെ നാൾ നമ്മൾ ഡ്രഗ്സിലേക്കൊക്കെ അഡിക്റ്റഡ് ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനെ, സ്ട്രക്ചറിനെ വരെ അത് ഓൾട്ടർ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിമിനൽ ആക്ട്സ് ചിലപ്പോൾ തുടങ്ങുന്നത് വീട്ടിൽ ചെറിയ വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ് എന്നുള്ള രീതിയായിരിക്കും, പിന്നീട് വലിയ വലിയ ക്രൈംസിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. ഈ ക്രിമിനൽസിൽ നടന്നിട്ടുള്ള പല സ്റ്റഡീസിലും മെജോറിറ്റി ഓഫ് ദം ആർ അഡിക്ഷൻ, അതായത് ഈ പെറ്റി ക്രൈംസ് ചെയ്തവരുടെ കാര്യമാണ് പറയുന്നത്. അതിൽ കൂടുതൽ പേർക്കും ഈ അഡിക്ഷൻ പ്രശ്നങ്ങൾ, സബ്സ്റ്റൻസ് അബ്യൂസ് പ്രശ്നങ്ങൾ ഉള്ളവരാണ്. ചിലപ്പോൾ ഈ സൈക്കോപ്പത്തിക് ബിഹേവിയർ ഒക്കെ എക്സിബിറ്റ് ചെയ്യുന്നത് ഒരു ടീനേജ് പ്രായത്തിലൊക്കെ ആയിരിക്കും തുടങ്ങുന്നത്. അതായത് വലിയ ഒരു ക്രൈം ആയിരിക്കണം എന്നില്ല, ബുള്ളിങ്ങിൽ തുടങ്ങി അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കുറച്ച് നാളോടെ കഴിയുമ്പോൾ ക്രിമിനൽസ് ആയിട്ട് മാറും. അപ്പോൾ ബുള്ളിങ് ചെയ്യുന്ന ആ ഒരു കുട്ടിക്ക് അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണും, അതിനുശേഷം അത് അവരെ ജസ്റ്റിഫൈ ചെയ്യുന്നു, അതിന് റിഗ്രറ്റ് ഇല്ല, അത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള രീതിക്കായിരിക്കും കാണുന്നത്. അല്ലാത്ത ചിലർ മിഡ് ലൈഫിലും ഇങ്ങനത്തെ ബിഹേവിയേഴ്സ് തുടങ്ങുന്നവരുണ്ട്. അത് ചിലപ്പോൾ ഒരു വൈറ്റ് കോളർ ജോബ്സ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെ പിറ്റി ആയിട്ടുള്ള ക്രൈംസിലൊക്കെ ആയിരിക്കും തുടങ്ങുന്നത്. അത് പക്ഷെ അവരെ പിന്നീട് ലാൻഡ് ചെയ്യുന്നത് വലിയൊരു ട്രബിൾഡ് ആയിട്ടുള്ള ലൈഫിലേക്ക് അവരെ കൊണ്ടെത്തിക്കും. അവരുടെ ക്രൈംസ് കൂടി വന്നപ്പോൾ ചിലപ്പോൾ അവരെ ആ ഒരു ബിഹേവിയറിനെ ജസ്റ്റിഫൈ ചെയ്യാനും ശ്രമിക്കും. അവർക്ക് യാതൊരു ഗിൽറ്റും ഉണ്ടായിരിക്കും. അപ്പോൾ വൈറ്റ് കോളർ ജോബ്സ് ചെയ്യുന്നവർ ചിലപ്പോൾ അവരുടെ കമ്പനിയിൽ നിന്ന് ഇല്ലീഗൽ ആയിട്ടുള്ള പൈസ എടുക്കുന്നുണ്ടായിരിക്കും. അവരവരെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഇത്ര ശമ്പളമൊന്നും ഇല്ലല്ലോ, നമുക്ക് അർഹിക്കുന്ന ശമ്പളം തരുന്നില്ല, അപ്പോൾ ഇത് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അവരുടെ മോറൽ കമ്പസ് എവിടെയോ ഒരു തകരാറുണ്ടെന്നാണ് അതിനർത്ഥം. ഇങ്ങനെ ചെയ്തിട്ട് ആയിരിക്കാം പലരുടെയും ഒരു ക്രിമിനൽസ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എടുത്ത് നോക്കുമ്പോൾ ഇത്തരം ചെറിയ ചെറിയ തുടക്കങ്ങളാണ് അവർക്ക് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഈ എക്സ്ട്രീംലി സൈക്കോപാത്സ് ഉള്ളവർ ഡയറക്റ്റ് മർഡർ സ്പീഡിലേക്ക് പോകുന്നവരും ഉണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സെറട്ടോണിനൊക്കെ ഇവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് ഇമ്പൾസിറ്റിവിറ്റിയും അഗ്രഷനും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് സെറട്ടോണിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അതൊക്കെ കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന അമിഗ്ഡല, ലിംബിക് സിസ്റ്റം, ഇതുപോലുള്ള ഏരിയാസിൽ സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇവർ റെസിസ്റ്റന്റ് ടു ട്രീറ്റ്മെന്റ് ആയിരിക്കും, നമുക്ക് ഇവർ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒന്നും നമ്മൾ അങ്ങനെ പണിഷ്മെന്റ് ഒഴിവാക്കി കൊടുക്കുന്ന സൈക്കാട്രിക് ഡിസോർഡേഴ്സ് അല്ല നമ്മുടെ രാജ്യത്താണെങ്കിൽ, വേറെ കുറേ അധികം രാജ്യത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ അവർക്ക് ഇംപ്രിസൺമെന്റ് സമയത്ത് കിട്ടുമായിരിക്കും. പക്ഷെ നമ്മൾ അതിന് ഇപ്പോൾ മെക്നോട്ടൻസ് റൂൾ എന്നൊക്കെ പറയത്തില്ലേ, അതിനെ അപ്ലൈ ചെയ്തിട്ടുള്ള കുറച്ച് കൺസെഷൻസും കാര്യങ്ങളൊക്കെ മെന്റലി ഇല്ലായിട്ടുള്ളവർക്കുണ്ട്. പക്ഷേ ഇത്തരം ആളുകൾക്ക് അത് കിട്ടാറില്ല. അത് കുറച്ച് ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല നമ്മൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാൾ
ഇന്റൻഷനലി ചെയ്ത ക്രൈമാണ്, അയാളുടെ ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഭാഗമായിട്ട് ചെയ്ത ക്രൈമാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട്. പിന്നെ ഇത്തരം പല എല്ലാ ഡിസോർഡേഴ്സിനും നമുക്ക് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു പരിധി വരെയൊക്കെ നോക്കാം. ഈ പറഞ്ഞ പോലുള്ള ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോപ്പത്തിക് ആയിട്ടുള്ള ക്രിമിനൽ ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്തവരാണെങ്കിൽ നോൺ സൈക്കോപ്പത്തിക് ക്രിമിനൽസ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.